الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم كل نفس ذائقة الموت رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവന് ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്നത് എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അത് ആർക്കും ഒഴിവില്ല. മരണത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, സമന്മാരാണ്. മരണത്തിന് വേർതിരിവില്ല, വിവേചനമില്ല. എല്ലാ ആളുകളും മരണത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്. അതുപോലെ തന്നെ മരണം എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ മരണത്തെ വേദഗ്രന്ഥം വെച്ച് തെളിയിക്കേണ്ട കാര്യമില്ല. എല്ലാവരും സത്യമായി അംഗീകരിക്കുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്.
മറ്റു പല കാര്യങ്ങൾക്കും ചിലപ്പോൾ വേദഗ്രന്ഥവും തെളിവും പ്രമാണങ്ങളും ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വാദിക്കേണ്ടി വരും. എന്നാൽ മരണത്തിന് അങ്ങനെ ഒരു പ്രമാണത്തിൻ്റെയും ആവശ്യമില്ല. എല്ലാ ആളുകളും ഏതൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാവട്ടെ, മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, വിശ്വസിക്കാത്തവരാവട്ടെ, നിരീശ്വരവാദികളാവട്ടെ, നിർമ്മിതവാദികളാവട്ടെ, ഭൗതിക സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാവട്ടെ, ആരുമാവട്ടെ, എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു പരമ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ തുടക്കം, ആ കുഞ്ഞ് പ്രായം, ആ കാലഘട്ടം, അത് മനുഷ്യന്റെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യത്തിൽ ഈ മരണത്തെ അല്ലാഹു എടുത്തു പറയുകയാണ്. നോക്കുക, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. തുടക്കം, മനുഷ്യന്റെ ആരംഭം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിച്ചത്. അവിടെ നിന്ന് പിന്നീട് തുടർന്ന് പറയുകയാണ്, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ, പിന്നെ ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഒരു ഭദ്രമായ സ്ഥാനത്ത് വെച്ചു. അതായത് മാതാവിന്റെ ഗർഭാശയത്തിൽ. അവിടെ നിന്നാണല്ലോ മനുഷ്യന്റെ ആദ്യവാസം. ആദ്യം മനുഷ്യൻ വസിക്കുന്നത് മാതാവിന്റെ, ഏതൊരു മനുഷ്യൻ മാതാവിന്റെ ഗർഭാശയത്തിലൂടെയാണ് വളർന്നു വരുന്ന ഒരു ഘട്ടം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ, പിന്നീട് ആ ബീജത്തെ ഭ്രൂണമായി കൊണ്ട് നാം വളർത്തി, രൂപപ്പെടുത്തി. പിന്നീട് ആ നുത്ഫയെ, ആ ബീജത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലക്കായിട്ട്, ഒരു ഭ്രൂണമായിട്ട് മാറ്റി. രണ്ടാം ഘട്ടം. ഫഖലഖ്നൽ അലഖത മുദ്ഗ, എന്നിട്ട് എന്ത് ചെയ്തു, ആ ഭ്രൂണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ഗയാക്കി മാറ്റി. വീണ്ടും മുദ്ഗയാക്കി, അതായത് ഒരു മാംസപിണ്ഡമായിട്ട് വരികയാണ് പിന്നീട്. എന്നിട്ട് ഫഖലഖ്നൽ മുദ്ഗത ഇളാമ, പിന്നീട് ആ മാംസപിണ്ഡത്തെ ഇളാമായിട്ട്, അസ്ഥികൂടമായിട്ട് രൂപപ്പെടുത്തി. ആദ്യം ആ തുടക്കം അസ്ഥികൂടം വരികയാണ്, പിന്നീട് ശരീരത്തിൽ എല്ല് ഒക്കെ രൂപപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫകസൗനൽ ഇളാമ ലഹ്മാ, എന്നിട്ട് ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. അസ്ഥികൂടം പിന്നീട് എന്തായി, മാംസമായി. നമ്മുടെ ശരീരം നോക്കൂ അല്ലേ, മാംസം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി അവനെ നാം വളർത്തി. പിന്നീട് മറ്റൊരു സൃഷ്ടി, അതായത് ഒരു പരിപൂർണനായ, ഈ ഘട്ടമെല്ലാം മാറി മാറി, നുത്ഫ, അലക്ക് എല്ലാം മാറി മാറി, രക്തപിണ്ഡം, മാംസപിണ്ഡം, അതെല്ലാം മാറി 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 ഒരു എന്ത് ചെയ്തു, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് അവനെ മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തി, ഒരു പരിപൂർണനായ മനുഷ്യനാക്കി മാറ്റി. ഒരു ഘട്ടം മാറി. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഏറ്റവും നല്ല ഈ സൃഷ്ടിക, ഇതുപോലെ ഒരു സൃഷ്ടികർത്താവ് ആർക്ക് ചെയ്യാൻ കഴിയും? ഇതുപോലെ. ഇത് മനുഷ്യന് മാത്രമല്ലല്ലോ, മറ്റു ജീവികളിലേക്കൊക്കെ നമ്മളൊന്ന് പായിക്കൂ, ദൃഷ്ടി പായിക്കൂ. എന്തെല്ലാം തരത്തിലുള്ള സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ
വിളിച്ചോതുന്ന ആർക്ക് സാധിക്കും? ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഈ കാണാൻ മാത്രം എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഓരോ സൃഷ്ടിജാലങ്ങളും ഒക്കെ ആ സൃഷ്ടാവിൻ്റെ കഴിവിനെയാണ് നമ്മളെ ബോധ്യപ്പെട്ടത്. അതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. എന്നിട്ടാ പറഞ്ഞത് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്താവും? നിങ്ങൾ മരിക്കുന്നവരാകുന്നു. നിങ്ങളെല്ലാവരും അതിനുശേഷം മരിക്കുന്നവരാകുന്നു. അപ്പം മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ തന്നെ അടുത്ത് തന്നെ പറയുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തൊട്ടടുത്ത് തന്നെ മരണത്തെക്കുറിച്ചും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മരണം എന്ന് പറയുന്നത് ഉള്ളതാണ്. അത് എന്താണ്? കൂടെ ഉള്ളതാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ കൂടെ തന്നെ ഉള്ളതാണ് മരണം എന്ന് പറയുന്നത്. മരണമൊന്നും വേറെ ഉള്ളതല്ല. അള്ളാഹു പറയുന്നു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണം ആസ്വദിക്കുന്നതാണ്, രുചി നോക്കുന്നതാണ്. ജീവിതം ആസ്വദിക്കുന്നത് പോലെ മരണത്തിന്റെ രുചിയും അറിയും നമ്മൾ. ഇപ്പം മരണത്തിന്റെ രുചി നമ്മൾ അറിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ രുചിയൊക്കെ നമ്മൾ കുറെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പറയുകയാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന്റെ രുചിയും നമ്മൾ അറിയുന്നു. ആ മരണത്തിന്റെ വേദന അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ലിൽ മൗതി സക്കറാത്തുൻ. തീർച്ചയായും മരണത്തിന് ഒരു സക്കറാത്തുണ്ട്, ഒരു വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പം ആ ഒരു അവസ്ഥ മനുഷ്യൻ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും എന്ന് പറയുക. ഈ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാനും കഴിയുകയില്ല. മനുഷ്യൻ പല വിദ്യകളുമൊക്കെ അഭ്യസിക്കുന്നുണ്ട്. ഇതിനകത്തുനിന്നൊന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മനുഷ്യൻ പലവിധത്തിലുള്ള ലബോറട്ടറികളിലും ഒക്കെ വലിയ ഗവേഷണത്തിലാണ്. ഈ മരണത്തെ ഒന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കുമോ എന്ന് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില സമ്പന്നന്മാരൊക്കെ ഈ അമേരിക്കയിലും യൂറോപ്പിലും ഉള്ള ഈ മില്യൺ സമ്പന്നന്മാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു ഭാഗം നിശ്ചയിച്ചിട്ട് ഞങ്ങളുടെ ബോഡി ഒന്ന് സൂക്ഷിച്ചു വെച്ചോ, ഒന്ന് കാശ് കൊടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്തിനാ? എന്നെങ്കിലും ഇത് കണ്ടുപിടിക്കുമല്ലോ. കണ്ടുപിടിക്കാൻ അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പം എഴുന്നേറ്റ് വരാമെന്നുള്ള കൊതി മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അത് നടക്കുകയില്ല എന്ന് അള്ളാഹ് പറയുന്നത്. അതൊരിക്കലും സാധിക്കുകയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. എന്താ പറയുന്നത്? ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖുത്ൽ. പറയുക പ്രവാചകരെ, ലൻ യൻഫഅകുമുൽ ഫിറാർ, നിങ്ങളുടെ ഓട്ടം പ്രയോജനപ്പെടുകയില്ല. മരണത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഓട്ടമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ൽ, അതായത് മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല, ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. ഇതൊരു പശ്ചാത്തലമുണ്ട്. ഈ ആയത്ത് അവതരിക്കുന്നത് സൂറത്ത് അഹ്സാബിലെ ആയത്താണ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഖ്യകക്ഷികൾ എന്ന അർത്ഥം. മദീനയെ ആക്രമിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകളും ബാക്കിയുള്ള കുറെ ജൂതന്മാരും എല്ലാവരും കൂടി നിന്നിട്ട് മദീനയെ വളഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ഒരു 10-15 ആളുകളുണ്ട്, ശത്രുക്കളായ ആളുകൾ. ഈ മദീനയെ ആക്രമിക്കുക, അറ്റാക്ക് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പം അങ്ങനെ വലിയൊരു സംഭവമാണല്ലോ. അപ്പം അതിനെ നേരിടാൻ ഈ വിശ്വാസികളല്ലാത്തവരുമുണ്ട്. ഈ കൂട്ടത്തിൽ മുനാഫിക്കുകളും ഒക്കെ ഉള്ള ആണല്ലോ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കുകളും ഒക്കെ ഉണ്ട്. വിശ്വാസം അഭിനയിച്ച് നടക്കുന്ന ആളുകൾക്ക് അവർക്ക് മരണത്തെ പേടി, എങ്ങനെ നേരിടും? അപ്പൊ ഇവർ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. വേറെ ആവശ്യമില്ല, നമ്മൾ പരാജയപ്പെടും, പിന്നെ നമ്മൾ എതിരിട്ടാൽ നമ്മൾ പരാജയപ്പെടുക തന്നെ, തോറ്റുപോകും നമ്മൾ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ പിന്തിരിപ്പിക്കാനൊക്കെ ആവുന്ന പണിയൊക്കെ എടുത്തു. എന്താ കാരണം?
ഇവർക്ക് ജീവിക്കണം. ജൂതന്മാരുടെയൊക്കെ ചിന്ത എപ്പോഴും ജീവിതത്തോട് കൊതിയ, എന്നും ജീവിക്കണം എന്നുള്ള കൊതി ഉള്ളവരാണ് ഈ ജൂതന്മാർ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മൊത്തത്തിൽ പറയുകയാണ്, എന്താണ്? മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഇത് കാരണം ഇതും പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ നിങ്ങൾ അവിടെയും വരും മരണം. നിങ്ങൾ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണം ഉറപ്പാ. ഇനി യുദ്ധത്തിന് പോയില്ലെങ്കിലും മരിക്കും, എവിടെയാണെങ്കിലും മരിക്കും. സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുദ്രിക്കുമുൽ മൗതു, മരണം നിങ്ങളെ തേടിയെത്തും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, ഭദ്രമായി കെട്ടിയുയർത്തപ്പെട്ട കോട്ടയ്ക്കുള്ളിലാണ് നിങ്ങളെങ്കിലും അവിടേക്ക് പോലും ആ മരണം കടന്നു വരും. അങ്ങനെ ആരും മരണത്തിൽ നിന്ന് സുരക്ഷിതരാണെന്ന് കരുതണ്ട. ചില ആളുകൾക്കൊക്കെ വിചാരം വരും, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ് എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പം കേൾക്കാം, ഇന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പം മരണത്തിന് ആരോഗ്യവും മസിലൊക്കെ കാണിച്ച് മരണത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാ പറയുന്നത്. ആർക്കും രക്ഷയില്ല. അപ്പോൾ അതാണ് മരണം എന്ന് പറയുന്നത് സഹോദരങ്ങളെ. അപ്പോൾ ഇനി ആ മരണം എപ്പോഴാണ് കടന്നു വരിക, എപ്പോഴാണ് മരണം വരിക എന്ന് ആർക്കും പറയുക സാധ്യമല്ല. പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇന്നിപ്പം മരിക്കുമെന്ന്? ഇല്ല, ഒരാൾക്കും പറയുക സാധ്യമല്ല. എപ്പോഴും ആ മരണം കടന്നു വരാം നമ്മളിലേക്ക്, എപ്പോഴും വരാം, ഏത് സമയത്തും വരാം. ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് മരണം എന്ന് പറയുന്നത്. അത് അല്ലാഹു നിശ്ചയിക്കുന്ന സമയത്ത് നടക്കും. നമ്മുടെ കണക്കൂട്ടലുകൾക്കൊക്കെ എല്ലാം അപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കും കാര്യവും ഒക്കെ ഉള്ളത്. അല്ലാഹു പറയുകയാണ്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ നാം മരണത്തെ കണക്കാക്കിയിരിക്കും. അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായ കണക്കാണ്. ഒരാൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കും, അയാളുടെ ആയുസ് എത്രയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ആ ആയുസ് എത്തിയാൽ എന്താണ്? ലാ യസ്തഖ്ദിമൂന ശൈഅൻ വലാ യസ്തഅഖിറൂൻ. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഒരു മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ടോ ആവുകയില്ല. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കുകയില്ല. അത് കൃത്യമായ സമയത്ത് മരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെ കണക്കാക്കി വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കും. അല്ലാഹു പറയുന്നു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ബുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ഖുൽ യതവഫാകും, ഖുൽ നബിയെ പറയുക, യതവഫാകും മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. അല്ലദീ ബുക്കില ബിക്കും, എങ്ങനെയുള്ള മലക്കാണ്? മരണത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. മരണത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് സമയമാകുമ്പോൾ അത് ആ മലക്ക് ഓരോരുത്തരെയും മരിപ്പിക്കും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണ് നിങ്ങളുടെ മടക്കം. എപ്പോഴും ഏത് സമയത്തും കടന്നു വരാം. അതാണ് മരണം. അതിനൊരു പ്രത്യേക സമയവും കാര്യവും ഒന്നുമില്ല, സമയവും കാലമൊന്നുമില്ല. അത് കുട്ടിയല്ലേ, പിന്നെ ചെറുപ്പക്കാരനല്ലേ, പ്രായം ഏറിയ ആളല്ലേ എന്ന് ആ ഒരു വ്യത്യാസമില്ല. ഏതു സമയവും കടന്നു വരാം. ചിലർ പറയുന്നുണ്ടല്ലോ, രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ മരണത്തെ ഇങ്ങനെ പറയാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. രംഗബോധമില്ലാത്ത കോമാളി, പ്രതീക്ഷിക്കാത്ത നേരത്ത് ആണ് ഇതിങ്ങനെ കടന്നു വരുന്നത്. നല്ല സുഖത്തിലൊക്കെ കഴിഞ്ഞു കൂടുകയായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, ഈ അടുത്ത് ഒരു കല്യാണ സദസ്സിൽ 500 പേരിരിക്കുന്ന ഒരു സദസ്സിൽ
ഒരാൾ മരണപ്പെട്ടിട്ട് അപ്പുറവും ഇപ്പുറവും ഇരുന്ന ആളുകൾ പോലും അറിഞ്ഞില്ല. 100-500 പേര് ഇരിപ്പുണ്ട്. ആ കല്യാണ സദസ്സിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിയാരിങ്ങനെ ഖുതുബ നിക്കാഹിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഒരാളിങ്ങനെ ചാരി കിടക്കുക. അപ്പുറവും ഇപ്പുറവും ഇരുന്ന ആളുകൾ അറിഞ്ഞില്ല ഇതാ മരിച്ചു കിടക്കുകയാണെന്നുള്ള വിവരം. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതേ ഉറങ്ങുകയായിരിക്കും. നോക്കുക സഹോദരങ്ങൾ, കാര്യം ഒരു കല്യാണ സദസ്സ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വേളയിലും അവിടെ രംഗം മാറുകയാണ്. ആ കല്യാണം മരണം കൂടി ഉൾക്കൊള്ളേണ്ട അവസ്ഥ സംഭവിക്കുകയാണ്. സന്തോഷം എന്ത് ചെയ്യുന്നു? ദുഃഖത്തിലേക്ക് വഴിമാറിപ്പോകുന്നു. അപ്പൊ ഇതാണ് അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യമെന്ന് പറയുന്നു. അതുകൊണ്ട് ഏത് സമയത്തും അത് സംഭവിക്കാം. ഒരിക്കലും ഒരാൾക്കും തട്ടിമാറ്റാൻ പറ്റാത്ത ഒന്നാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കണം, ചിന്തിക്കണം. ഓർക്കാൻ നമുക്ക് ഇഷ്ടമില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത് യഅനി അൽ മൗത്ത്. നിങ്ങൾ ധാരാളം മരണത്തെക്കുറിച്ച് ഓർക്കുക. എങ്ങനെയുള്ള മരണം? നിങ്ങളുടെ സുഖങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെ, നിങ്ങളുടെ സന്തോഷത്തെ തകർത്ത് കളയുന്ന, എല്ലാ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക. അക്സിറു എന്നാ പറഞ്ഞത്, ഉദ്കുറു എന്നല്ല. ഓർക്കാനല്ല പറഞ്ഞത്, വർദ്ധിപ്പിക്കുക. ആ ഓർമ്മ വർദ്ധിപ്പിക്കുക. അക്സിറു, നിങ്ങൾ ധാരാളം ആയി ചിന്തിക്കുക മരണത്തെക്കുറിച്ച് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുക. ഫജാഅഹു റജുലുൻ, ഒരു മനുഷ്യൻ വന്നു. സുമ്മ ഖാല ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. സുമ്മ ഖാല യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, നബിയേ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? മുഅ്മിനീങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുൽഖാ, അവരിലെ സൽസ്വഭാവികൾ, സൽസ്വഭാവമുള്ള ആളുകളാണ്. ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സൽസ്വഭാവികളാകുന്നു എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പോൾ ഏറ്റവും നല്ലവർ മുഅ്മിൻ, നല്ല മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി. നമ്മളൊക്കെ വിശ്വാസികളാകുമ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസികളായിട്ട് പ്രവാചകൻ പറഞ്ഞ വിശേഷിപ്പിക്കപ്പെട്ട അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. എന്നിട്ട് വീണ്ടും അതേ ആ വന്ന മനുഷ്യൻ ചോദിച്ചു, ഖാല ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിനാരാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അക്സറുഹും ലിൽ മൗതി ദിക്റാ, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ധാരാളമായി ഓർക്കുന്നവനും, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയസ്, ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയസ്, അതായത് മരണത്തെ ധാരാളമായി ഓർക്കുന്നവനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനുമാണ് മുഅ്മിൻ, ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം. ബുദ്ധിമാൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഓർമ്മ വേണം, തൻ്റെ മുമ്പിലേക്ക് എപ്പോഴും മരണം പാസ് ചെയ്തേക്കാം, തന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നു വന്നേക്കാം, തൻ്റെ മുമ്പിലൂടെ വന്നേക്കാം, പുറകിൽ പിന്നിലൂടെ വന്നേക്കാം, ഇരുഭാഗങ്ങളിലൂടെ വന്നേക്കാം, ഉറക്കത്തിൽ കടന്നു വന്നേക്കാം, ഉണർച്ചയിൽ വന്നേക്കാം, പാതിരാത്രിയിൽ കടന്നു വന്നേക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വന്നേക്കാം, കല്യാണ ഹാളിൽ ഇരിക്കുമ്പോൾ വന്നേക്കാം, ഏത് സമയത്തും കടന്നു വന്നേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനായി ഞാൻ ഏറ്റവും നന്നായി തയ്യാറെടുക്കേണ്ടവനാണ്. അങ്ങനെയുള്ളവനാണ് മുഅ്മിൻ, അങ്ങനെയുള്ളവനാണ് അഖിയസ്, ബുദ്ധിയുള്ള വിശ്വാസി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. ഒരു മയ്യിത്ത് സംസ്കരണ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് കരഞ്ഞ് നിലം നനയുമാറ് കരഞ്ഞുകൊണ്ട് അങ്ങനെ പറയുകയാണ്. ആ നിലം നനഞ്ഞു പോകുന്ന വിധത്തിൽ
പ്രവാചകൻ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ ഇഖ്വാനി, അല്ലയോ സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ, ഇതുപോലെ നിങ്ങൾക്കും ഒരു ദിവസം വരും. ഇപ്പോൾ ഖബറടക്കിയില്ലേ, അതുപോലെ നിങ്ങൾക്കും ഒരു ദിവസം വരും. ലിമിസ്ലി ഹാദാ, ഇതുപോലെ നിങ്ങൾക്കും വരും. അതുകൊണ്ട് ഫഅഇദ്ദൂ, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണേ, നിങ്ങൾ തയ്യാറെടുത്തു കൊള്ളണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, എത്രമാത്രം നമ്മളൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കണം. ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാ മരണമാസന്നനായ ഒരു വ്യക്തിയെ അദ്ദേഹം സന്ദർശിച്ചു. ഈ സക്കറാത്തിന്റെ ഹാലിലാണ്, അദ്ദേഹം മരണത്തിന്റെ വെപ്രാളത്തിലാണ്, മരണപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം സന്ദർശിച്ചിട്ട് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. പോകുമ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഏറെ മാറിയിരുന്നു. പോകുമ്പോഴുള്ള അവസ്ഥയല്ല വീട്ടിൽ വന്നപ്പോൾ ഉള്ളത്. വീട്ടുകാർ ഭക്ഷണം ഒരുക്കിയ ശേഷം അദ്ദേഹത്തെ വിളിച്ചു. ഭക്ഷണമൊക്കെ റെഡി, വാ എന്ന് നമ്മൾ സാധാരണ വിളിക്കുമല്ലോ. ഭക്ഷണം റെഡി, മേശപ്പുറത്ത് റെഡിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ, നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളും അവിടെ തന്നെ വെച്ചേക്കുക, അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ലാഹു സത്യം, ഞാൻ ഇന്നൊരു മൽപ്പിടുത്തം കണ്ടു. ആ സക്കറാത്തിന്റെ ഹാലിലുള്ള ആ മനുഷ്യൻ ഒരു എന്താണ്, മലക്ക് വന്നിട്ട് മരണത്തിന്റെ ആ വേളയാണല്ലോ. വീട്ടുകാരോട് പറയുകയാണ്, വീട്ടുകാരെ, ആ ഭക്ഷണങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചേക്കുക. അല്ലാഹുവിനെ സത്യം, ഞാൻ ഇന്നൊരു മൽപ്പിടുത്തം കണ്ടു. ആ എൻ്റെ അടുക്കലേക്ക് അത് എത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെക്കട്ടെ. ആ മൽപ്പിടുത്തം ഇനി ഞാനുമായിട്ട് നടത്തേണ്ടി വരുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കട്ടെ എന്ന് സഹോദരങ്ങളെ മഹാനായ പണ്ഡിതൻ ഇമാം ഹസനുൽ ബസരി റഹ്മഹുല്ലാ പറയുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും ഓർക്കുക. ഏതു സമയവും കടന്നു വരും, നമ്മുടെയൊക്കെ സ്ഥിതി എന്താണ്. അത് പിന്നത്തേക്കാവട്ടെ കുറച്ച് അല്പം കൂട്ടി, ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമൽ സ്വാലിഹൻ ഫീമാ തറക്തു, വിട്ടുപോയതെല്ലാം റബ്ബേ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു പാടില്ല. മറിച്ച് അത് സന്തോഷത്തോടുകൂടി നമുക്ക് ഈ ലോകത്ത് നിന്ന് മരണം വന്നാൽ നമ്മൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങുവാൻ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുവാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് വേണം, നമ്മുടെ വിചാരം വേണം, എന്താണ് എൻ്റെ സ്ഥിതി, ഞാനിപ്പോൾ മരിച്ചാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഖബറിലെ അവസ്ഥ എന്താണ്, എൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ അവസ്ഥ, പരലോകത്തിലേക്കുള്ള ആ മനുഷ്യറയിലേക്കുള്ള വിചാരണയിലേക്കുള്ള എൻ്റെ ആ നടത്തം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ആ രീതിയിൽ നമ്മൾ ജീവിതത്തെ തയ്യാറാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞത്, നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് നിരാശനായി വീട്ടിൽ ഇരുന്ന് പേടിച്ചിരിക്കാൻ വേണ്ടിയല്ല അത് പറഞ്ഞത്. മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളം ഓർക്കൂ, ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പേടിപ്പെടുത്താനോ പേടിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കാനോ ഒന്നുമല്ല പറഞ്ഞത്. മറിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ സമീപിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ഒരു ജാഗ്രത വേണം.
ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണല്ലോ. പുതിയ വർഷം പിറന്നു, 2024 എന്നേക്കുമായി ഇവിടെ പറഞ്ഞു. ഇനി ഒരു 2024 നമ്മുടെ ജീവിതത്തിൽ ഇല്ല. 2024 ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് പോലും ഇനി നമ്മൾക്ക് ഇല്ല, ലഭിക്കാനില്ല. കിട്ടുമോ? 2024 സമയം കിട്ടുമോ? ഇല്ല. അപ്പോൾ സമയം, ഈ ജീവിതം എന്ന് പറയുന്നത് കുറേ ദിവസങ്ങളും പിന്നെ മാസങ്ങളുമൊക്കെയാണ്. ആ ജീവിതം അങ്ങനെയുള്ള ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ് മരണത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് അറിയാം, ടീച്ചർമാർ സ്കൂളിലെ കുട്ടികളോട്, വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുമല്ലോ. ഫൈനൽ എക്സാമിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. ഇപ്പോഴേ അത് പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയാണ്. ഇപ്പോഴേ ഒരു തയ്യാറെടുപ്പ് നടത്തി ആ ഫൈനൽ എക്സാമിന് വേണ്ടി ഒന്ന് തയ്യാറാകാൻ വേണ്ടിയാണ്, അതിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ടീച്ചർ അത് അടിക്കടി കുട്ടികളെ അത് ഉണർത്തുന്നത്. അല്ലെങ്കിലോ എന്താകും അവസ്ഥ? നമ്മൾ പരാജയപ്പെട്ടു പോകും. ആ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയില്ല എങ്കിൽ കിട്ടിയ ചാൻസ്, അവസരം നമുക്കിനിയില്ല. നാം പരാജയപ്പെട്ടു പോയാൽ, നമുക്കിവിടെ സ്കൂളിലെ എക്സാമിനൊക്കെ പരാജയപ്പെട്ടു പോയാൽ, ഓരോ വിഷയത്തിനൊക്കെ ചിലർ തോൽക്കുന്ന കുട്ടികൾക്ക് സപ്ലിമെൻ്ററി ഉണ്ട്. അതായത് വീണ്ടും ഒരു ചാൻസ്, ഒരു ചാൻസ് ഉണ്ട്. അതിലൂടെ എഴുതിയെടുത്ത് അവർക്ക് വീണ്ടും പിന്നെ ചാൻസ് കൊടുക്കണം. പക്ഷേ ജീവിതത്തിൽ ഒരു ചാൻസ് ഇല്ല, ഒരു സപ്ലിമെൻ്ററി ഇല്ല, ഒരു ചാൻസും അല്ലാഹു നൽകുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ നബയിലെ ഏറ്റവും അവസാനം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണല്ലോ. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ. യൗമ യൻളുറുൽ മർഉ, മനുഷ്യൻ അന്നേ ദിവസം ചിന്തിക്കും, മാ ഖദ്ദമത് യദാഹു, എൻ്റെ ജീവിതത്തിന് വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒന്നും ചെയ്തു വെച്ചില്ലല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ പടച്ചവനെ. അതുകൊണ്ട് വയഖൂലുൽ കാഫിറു, അന്നേ ദിവസം കാഫിർ പറഞ്ഞു പോകും, യാ ലൈതനി കുന്തു തുറാബാ, ഞാൻ മണ്ണായി തീർന്നു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയും. ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ, ഈ വീണ്ടും എഴുന്നേൽപ്പിക്കാതെ മണ്ണായി പോയിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയല്ലേ. ഏതൊരാളെയും അള്ളാഹു കൊണ്ടുവരികയാണ്, എല്ലാ മനുഷ്യരെയും അള്ളാഹു കൊണ്ടുവരികയാണ്. ജനിച്ചവരെല്ലാവരെയും അള്ളാഹു ഹാജരാക്കപ്പെടുകയാണ്, വിചാരണ ചെയ്യപ്പെടുകയാണ്, സ്വർഗവും നരകവും വിധിക്കുകയാണ്. അത് ഉള്ളതാണല്ലോ, അതിങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം നമ്മളൊക്കെ നേരിടേണ്ടവരാണ്. അന്ന് കൈകടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തയ്യാറാക്കിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ജീവിതത്തെ അറിഞ്ഞ് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ടും സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങളെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാമിയ നദവിയ ഇടവണ്ണ അതിൻ്റെ വൈജ്ഞാനിക ബിരുദദാന സമ്മേളനം ഈ 12-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് ആരംഭിക്കുകയാണ്. ഇടവണ്ണയിൽ കുറേ അധികം, ആയിരക്കണക്കിന് അധികം സ്വലാഹിമാരെ വാർത്തെടുത്ത ഒരു സ്ഥാപനമാണ്. ഈ
കേരളക്കരയിലുള്ള അനേകം ആളുകൾക്ക് ദായിമാരായിട്ടും ഇമാമുമാരായിട്ടും അതേപോലെ വിദേശത്തുമൊക്കെ ഒരുപാട് ആളുകൾ അതിൻ്റെ സന്തതികളായിട്ടൊക്കെ പ്രവർത്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് സമൂഹത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അതിൻ്റെ വൈജ്ഞാനിക ബിരുദദാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഒരു കളക്ഷൻ, അതിന് ഈ ധാരാളം ഭാരിച്ച ചെലവുകളുണ്ട്. വർഷത്തിൽ മാസത്തിലൊക്കെ വലിയ ബാധ്യതയാണ് അതിന് ഉണ്ടാകുന്നത്. കാരണം ഈ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തീർത്തും പിന്നെ സൗജന്യമാണ്. അവരുടെ വിദ്യാഭ്യാസവും ഭക്ഷണവും ഒക്കെ സൗജന്യമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹിഫ്ള് കോളേജുകളുണ്ട്, അതേപോലെ തന്നെ അറബി പഠിക്കുന്ന ശറഈയ കോളേജുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ ഒരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ നടത്തുകയാണ്. എല്ലാവരോടും അതൊന്ന് കരുതി ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു ജാരിയായ സദഖയായി നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ കേട്ടതും അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതെല്ലാം സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൂർണ്ണമായ ആരോഗ്യം നൽകി അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അള്ളാഹു അവരെ തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. അതേപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു പോയ ആളുകളുണ്ട്. പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും ആ പ്രാർത്ഥന, അവരുടെ എന്താണോ അവരുടെ ഉദ്ദേശം, ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.